വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഗൂഗിൾ മീറ്റിനകത്ത് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ അനോട്ടേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഇപ്പോൾ നമ്മൾ മീറ്റിംഗ് കൂടുന്ന ഒരു കാലഘട്ടമാണല്ലോ. ആ ഒരു സമയത്ത് നമ്മൾക്ക് നമ്മളുടെ മീറ്റിങ്ങിനകത്തുള്ള പാർട്ടിസിപ്പൻസിനെ നമ്മൾക്ക് നമ്മളുടെ കയ്യിലിരിക്കുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്താണ് അത് കാണിക്കാറുള്ളത്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ആ ഒരു പ്രസന്റേഷന്റെ ഏതെങ്കിലും ഒരു സ്ലൈഡിൽ അനോട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു സ്ലൈഡിൽ ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് എങ്ങനെ സാധിക്കും എന്നതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇത് വളരെ സിമ്പിൾ ആണ്, ടീച്ചേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഇപ്പോൾ പല ടീച്ചേഴ്സും പവർ പോയിന്റ് പ്രസന്റേഷൻ ഷെയർ ചെയ്താണ് അവരുടെ ക്ലാസ്സുകൾ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾക്ക് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾക്ക് ഇത് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് നമ്മളുടെ ഡിവൈസിൽ രണ്ട് ആപ്ലിക്കേഷനുകളാണ് ആവശ്യം. ഒന്നാമത്തേത് ഗൂഗിൾ മീറ്റ്, രണ്ടാമത്തേത് മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് ആണ്. നമ്മൾക്ക് ഇത് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മൾക്ക് ഗൂഗിൾ മീറ്റും പവർ പോയിന്റും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഗൂഗിൾ മീറ്റും അതേപോലെ തന്നെ പവർ പോയിന്റും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾക്ക് മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം. മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് ഏറ്റവും ആദ്യമേ തന്നെ ഒരു മെസ്സേജ് ആണ് ചോദിക്കുന്നത്. അലോ പവർ പോയിന്റ് ടു ആക്സസ് ഫോട്ടോസ്, മീഡിയ ആൻഡ് ഫയൽസ് ഓൺ യുവർ ഡിവൈസ് എന്ന്. നമ്മൾക്ക് ഇത് അലോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അലോ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത്, അതായത് നമ്മൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് നമ്മളുടെ മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് നമ്മൾക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി മൈക്രോസോഫ്റ്റിന്റെ ഒരു ഇമെയിൽ ID ഇല്ല എന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ലേറ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാതെ നിങ്ങൾക്ക് പവർ പോയിന്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ പവർ പോയിന്റിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിക്കുവാനായിട്ട് നിങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ ID ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ ID ടൈപ്പ് ചെയ്യുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു മൈക്രോസോഫ്റ്റിന്റെ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിന്റെ പുതിയൊരു അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ ID ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾക്ക് ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് നമ്മളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ്. നമ്മളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾക്ക് സൈൻ ഇൻ എന്ന് പറഞ്ഞ ആ ഒരു നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്കുള്ള എല്ലാ ഫയൽസും, അതായത് നമ്മൾ ഉള്ള എല്ലാ ഡിവൈസിൽ നിന്നും ചെയ്ത എല്ലാ ഫയൽസും ഇതിലോട്ട് സിങ്ക് ചെയ്ത് വരുന്നതാണ്. നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ അവരുടെ ഒരു പരസ്യം എന്നല്ല, അവരുടെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് മേടിക്കാനാണ് പറഞ്ഞു വരുന്നത്. നമ്മൾക്ക് 1 month ഫ്രീ ഉണ്ട്. അല്ലെങ്കിൽ അതായത് 1 month കഴിഞ്ഞാൽ നമ്മൾ ഒരു 500 രൂപ അല്ലെങ്കിൽ 489 രൂപ അടച്ച് നമ്മൾക്ക് ഇത് ചെയ്യാം. ഞാനിത് സ്കിപ്പ് ഫോർ നൗ എന്നതിലും ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഫയൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് സിങ്ക് ചെയ്ത് വരുന്നതാണ്. ഇവിടെ നമ്മൾക്ക് ഇത് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഡോണ്ട് സെൻഡ് ഓപ്ഷണൽ ഡേറ്റ എന്നാണ്. ഇതിനുശേഷം ഞാൻ ക്ലോസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഫയൽസ് മുഴുവൻ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ന്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റന്റ് മീറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് പുതിയൊരു മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾക്ക് നമ്മളുടെ സ്ക്രീൻ ഷെയർ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് താഴെയുള്ള 3 dotsൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞ
ആ ഒരു രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഏറ്റവും ആദ്യമേ ഒരു മെസ്സേജ് അവര് തരുന്നുണ്ട്. പീപ്പിൾ വിൽ സീ എവറിത്തിങ് ഓൺ യുവർ സ്ക്രീൻ ഇൻക്ലൂഡിങ് നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ നമ്മളുടെ സ്ക്രീനിൽ തെളിയുന്ന എല്ലാ കാര്യവും നമ്മുടെ മീറ്റിംഗിലുള്ള പാർട്ടിസിപ്പൻസ് കാണുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെ അല്ലേ എന്നാണ് ചോദിച്ചു വരുന്നത്. നമ്മൾക്കത് സ്റ്റാർട്ട് ഷെയറിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മളോട് അടുത്ത ഒരെണ്ണം ചോദിക്കുന്നുണ്ട്. Meet will start capturing everything that's displayed on your screen എന്നും. നമ്മൾക്ക് ഇത് സ്റ്റാർട്ട് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി നമ്മൾക്ക് പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം. പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾക്ക് ഇവിടെ നിന്ന് നമ്മൾക്ക് ഷെയർ ചെയ്യാനുള്ള ആ ഒരു പ്രസന്റേഷൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് മുകളിലുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ പ്രസന്റേഷൻ, അതായത് എനിക്ക് ഷെയർ ചെയ്യാനുള്ള പ്രസന്റേഷൻ ഇവിടെ കിടപ്പുണ്ട്. സ്റ്റിംഗ്ലെസ് ബീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ള പ്രസന്റേഷൻ. ഞാൻ സ്റ്റിംഗ്ലെസ് ബീസ് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. നമ്മൾക്ക് ഓപ്പൺ ചെയ്യുന്നത് വരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾക്കിപ്പോൾ നമ്മളുടെ പ്രസന്റേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് മുകളിലുള്ള മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് സ്ലൈഡ് ഷോ ആണ്. നമ്മൾക്ക് സ്ലൈഡ് ഷോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ സ്ലൈഡ് ഷോ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഗൂഗിൾ മീറ്റിനകത്തുള്ള പാർട്ടിസിപ്പൻസിന് നമ്മളുടെ ഈ ഒരു സ്ലൈഡ് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ അനോട്ടേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു പെന്നിന്റെ ഐക്കൺ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിൽ അനോട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അനോട്ടേറ്റ് ചെയ്യുവാനായിട്ട് വെറുതെ ഇവിടെ കൂടി ഇനിയൊന്ന് കുത്തി വരച്ചാൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് ഇതിനെയൊന്ന് കസ്റ്റമൈസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇതിന്റെ വെയിറ്റ് കൂട്ടണം, അതായത് തിക്നെസ് ഒന്ന് കൂട്ടണം, ഇതിനെ ഒരു ഹൈലൈറ്റർ ആക്കണം, ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പെൻ സെറ്റിംഗ്സ് ആണ്, അല്ലെങ്കിൽ ഇങ്ക് ടൂൾ ആണ്. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യത്തെ നിര കാണിക്കുന്നത് ഈ പെന്നാണ്, പെന്നും പെന്നിന്റെ കളറും. രണ്ടാമത്തെ നിര എന്ന് പറയുന്നത് ഹൈലൈറ്ററും ഹൈലൈറ്ററിന്റെ കളറും. മൂന്നാമത്തേത് ഇറേസർ ആണ്, വെറുതെ ഒന്ന് ഇറേസ് ചെയ്യാനാണ് ഇറേസർ. ഇനി നാലാമത്തേത് ഇറേസ് ഓൾ ആണ്. ഇറേസ് ഓൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലൈഡിലെ മൊത്തം, അതായത് നമ്മൾ വരച്ചിരിക്കുന്ന മൊത്തം സ്ക്രിബിളിങ്ങും അത് ഇറേസ് ചെയ്ത് കളയുന്നതാണ്. നമ്മൾക്ക് ഇനി അടുത്ത സ്ലൈഡിലോട്ട് വരുവാനായിട്ട് ഏറ്റവും ആദ്യമേ തന്നെ ഈ ഒരു പെൻ ഓഫ് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വിട്ടാൽ മാത്രം മതി. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്മുടെ വിരലൊന്ന് മാറ്റിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾക്ക് അത് ആനിമേഷനൊക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ആനിമേഷനിലൊക്കെ അത് കറക്റ്റ് ആയിട്ട് അത് വരുന്നതാണ്. അനോട്ടേറ്റ് ചെയ്യുവാനായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. അതിനുശേഷം നമ്മൾക്ക് അനോട്ടേറ്റ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നതാണ്. ഇതുപോലെയാണ് നമ്മൾ നമ്മളുടെ സ്ലൈഡിനകത്ത് അനോട്ടേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ പ്രസന്റേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റോപ്പ് ഷെയറിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതുപോലെയാണ് നമ്മൾ നമ്മളുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ മറന്നുപോകരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് നമ്മളുടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊബൈലിനകത്തായതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ പ്രസന്റേഷൻ അല്ലെങ്കിൽ നമ്മളുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ നമ്മൾ നമ്മളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ഓർക്കണം. അല്ലെങ്കിൽ നമ്മളുടെ വോയിസ് നമ്മൾക്ക് മറ്റുള്ള, അതായത് നമ്മുടെ മീറ്റിങ്ങിനകത്തുള്ള പാർട്ടിസിപ്പൻസിന് എത്തുകയില്ല. ഇതുപോലെയാണ് നമ്മൾ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഷെയർ ചെയ്ത് അതിൽ അനോട്ടേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഡ്രോ ചെയ്യാൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് അനോട്ടേറ്റ് ചെയ്യാൻ മനസ്സിലായാൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത മീറ്റിംഗിൽ ഈ ഒരു ട്രിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. See you in the next video. It's me, Alphin, signing out. Goodbye.